ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ആദർശാണെങ്കിൽ പോകുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ ആദർശ് നയനെ വിഷു കഴിഞ്ഞിട്ടാണെങ്കിൽ നീ വീട്ടിലേക്ക് വരുമല്ലോ അല്ലേ, അത് പിന്നെ വരാതിരിക്കുമോ ആദർശേട്ടാ, എനിക്ക് ആദർശേട്ടനെ കാണാതിരിക്കാൻ പറ്റുമോ എന്നും നയനെ ചോദിക്കുക. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ശരി. അല്ല, അമ്മയുടെ കാറ് എപ്പോഴാണ് അങ്ങോട്ട് വിടുന്നേ? അത് പിന്നെ ഞാൻ ഡ്രൈവറോട് പറഞ്ഞോളാം ആദർശേട്ടാ, അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കാൻ എന്നൊക്കെ പറയണം. അത് കേട്ടതും ആദർശ് എന്നാൽ ശരി നയനെ എന്നും പറഞ്ഞുകൊണ്ട് കാറിൽ കയറി പോവുക. ഈ സമയം ആദർശ് പോയി കഴിഞ്ഞതും ദേവയാനി വെളിയിലേക്ക് വരിക. വെളിയിൽ വന്നതും മോൻ പോയോ? മോൻ പോയി. ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടോ? ഞാൻ കേട്ടായിരുന്നു. എന്തിനാ ഞാൻ നന്ദുവിനെ ഉപദേശിച്ച കാര്യം പറയാൻ പോയത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, ഞങ്ങളും ആകെ ടെൻഷനായിപ്പോയി. പിന്നെ അതൊക്കെ ഞങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതി അവനതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അവനെ ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ പലതും അവൻ ഓർക്കും. അത് കേട്ടതും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാരമില്ല, എനിക്ക് പേടിയുണ്ട് അവനെല്ലാം അറിയുമെന്ന്. അവനെല്ലാം അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്രയും നാളും പറ്റിച്ചതിന് നയനയോടായിരിക്കും അവന് മുഴുവനും കലിപ്പ്. സാരമില്ല, എന്തു ചെയ്യാനാ, എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുക. മോളെ നന്ദു, ആദർശ് മോനും പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവരും മോളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. മോൾ അതുകൊണ്ട് ഒന്ന് കാര്യമായിട്ട് ചിന്തിക്കണം. എല്ലാവരുടെയും മനസ്സ് മോള് മനസ്സിലാക്കണം, കേട്ടല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടത് ശരി, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് ആദർശ് മോൻ്റെ അമ്മേ. ഒരു ജ്യോത്സ്യം പറഞ്ഞത് തന്നെ കേൾക്കുമ്പോൾ എന്താ ജ്യോത്സ്യം പറഞ്ഞത് എന്നും നമ്മുടെ ദേവയാനി ചോദിക്കുക. അപ്പോൾ ഗോവിന്ദ് കണ്ണടച്ച് കാണിക്കുക. പറയല്ലേ ദേവയാനി എന്നും. എന്തിനാ ഗോവിന്ദേട്ട തടയുന്നേ? ദേവയാനി കനക പറയട്ടെ, എന്താ ജ്യോത്സ്യം പറഞ്ഞത്? അത് പിന്നെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും. അത് കേട്ടത് നമ്മുടെ നന്ദു അങ്ങോട്ട് പോവുക. നന്ദു പോയി കഴിഞ്ഞതും നമ്മുടെ കനക, അതേ ദേവയാനി, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആദർശും അനിയും നന്ദു ഒന്നിക്കുമെന്ന ആ ജ്യോത്സ്യം പറഞ്ഞത്. നന്ദുമോളുടെ കല്യാണം അനിമോൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പോലും ഞാൻ പറഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും ആ ജ്യോത്സ്യം പറഞ്ഞത് കല്യാണം കഴിഞ്ഞതാണെങ്കിലും നന്ദു സ്നേഹിച്ച ആളെ തന്നെ നന്ദു കല്യാണം കഴിക്കുമെന്നാണ് പറയുന്നത്. ഈശ്വര, അതിനെയൊക്കെ തടയണം. അതൊക്കെ കേട്ടപ്പോൾ പ്രായച്ചിത്തക്കാവിൽ പോയി ഞാൻ ഒരുപാട് പൂജകളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്നാൽ പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഇഷ്ടം പോലെ വഴിപാട് കഴിപ്പിച്ചോ. അങ്ങനെയൊന്നും സംഭവിക്കരുത്. അത് അനന്തപുരിയിൽ വലിയൊരു ഇതായിട്ട് മാറും എല്ലാവർക്കും. അനിയുടെ ജീവിതം തകരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. സാരില്ല, എന്തായാലും പ്രാർത്ഥിക്കാം. പിന്നെ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനഘയാണ്. അനഘ ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോഴേക്കും അബി ഡ്രസ്സൊക്കെ ആയിട്ട് വരിക. ഇതെന്താ? അപ്പോൾ അബി, വിഷു അല്ലേ, നിനക്കും നമ്മുടെ കുഞ്ഞിനും കുറച്ച് ഡ്രസ്സ് എടുത്തതാ. എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ചാകാൻ പോകുന്ന എനിക്കെന്തിനാ ഡ്രസ്സ്? നീ നമ്മുടെ മോളുടെ കാര്യം നോക്ക്. എനിക്കിപ്പോൾ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ വിഷുവിന് ഞാനുണ്ട്, അടുത്ത വിഷുവിന് ഞാൻ എൻ്റെ മോളുടെ കൂടെ ഉണ്ടാവില്ല. അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ. അപ്പോൾ നീ ഇങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് എന്നെ സോപ്പിടാന്നാണോ കരുതിയത്? അയ്യോ അനഘ, അല്ല, ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചത് മാത്രമല്ല, നമ്മുടെ മോക്ക് വേണ്ടിയും കൂടെ മേടിച്ചത് നിൻ്റെയും നമ്മുടെ മോളുടെയും സന്തോഷത്തിന് വേണ്ടിയാ. എടാ, ഇത്രയും നാളും എൻ്റെ കുഞ്ഞ് അച്ഛനാരാന്ന് ചോദിച്ചിട്ട് പോലും ഞാൻ നിൻ്റെ പേര് വെളിപ്പെടുത്താതെ നടക്കുക. കാരണം എന്താണെന്നറിയാമോ? നിനക്കൊരു ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ. പക്ഷേ ഞാൻ മരിക്കാൻ പോവുകടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിന് ആരെങ്കിലും വേണമെന്ന്. എൻ്റെ കുഞ്ഞിന് ആരും ഇല്ലാതെ എനിക്ക് ഈ ഭൂമി വിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അബി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ കാല് പിടിക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. എടാ, അവളൊരു പെൺകുട്ടിയാണ്. അവളെ ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിക്കേണ്ടത് അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൈകളിലാണ്. അച്ഛനെയോ അവൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ജീവിതവും ഇല്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് എനിക്ക് വേറെ വഴിയുള്ള അബി. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിനെ എന്ത് വിശ്വാസത്തിലാണ് ഞാൻ വെളിയിലേക്ക് മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിടുന്നത്? അവളെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഈ ഭൂമി വിട്ട് പോകാൻ കഴിയുന്നേ? അങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ ഒന്നും അറിയാത്ത, ഈ ലോകം പോലും ഒന്നും കാണാതെ, ഈ ലോകത്തെക്കുറിച്ച് പോലും ഒന്നും മനസ്സിലാക്കാതെ ഈ കുഞ്ഞു പ്രായത്തിൽ അവളെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടടാ. നൊന്ത് പ്രസവിച്ച് ഞാൻ തന്നെ അവളെ തിരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാവി. അതുകൊണ്ടാണ് നിൻ്റെ കാല് ഞാൻ പിടിക്കുന്നത്. എന്തൊക്കെയായാലും നീ അവളെ അംഗീകരിച്ചേ പറ്റൂ, അവളെ കൊണ്ടുപോയേ പറ്റൂ. അനഘ, നീ കുറച്ച് മുന്നേ വന്നിരുന്നെങ്കിൽ ഒരു കല്യാണത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിക്കില്ലായിരുന്നു. ഇതിപ്പോൾ ആകെ മൊത്തം പ്രശ്നമാണല്ലോ അനഘേ. സാരില്ല, നീ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്നും അനഘ തറപ്പിച്ച് പറയുക. ശരി, നീ ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്യും.
അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരാഴ്ച പറഞ്ഞ് നീ എൻ്റെ കുഞ്ഞിനെ ആ ഒരാഴ്ച പറയുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ മരിച്ചു പോയാലും നിനക്ക് രക്ഷപ്പെടാമല്ലോ. പക്ഷെ അഭി, നീ ഒന്നോർത്തോ, ഞാൻ മരിച്ചാലും നിനക്ക് രക്ഷയുണ്ടാവില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ നല്ല ഡോക്ടറെ നല്ല കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് എന്തൊക്കെയായാലും എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞ് പുറത്ത് ജീവിക്കില്ലടാ, അനന്തപുരിയിൽ തന്നെ ജീവിക്കും. നിൻ്റെ ഏട്ടനെ എനിക്ക് നന്നായിട്ടറിയാം, ആദർശേട്ടൻ. അയാൾ സത്യസന്ധനുമാണെന്ന് എനിക്കറിയാം. അയാളെ കണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താത്തത് നിൻ്റെ നന്മയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാനതെല്ലാം അങ്ങ് മറക്കും. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നീ ഒരു തീരുമാനം പറയണം. അങ്ങനെയൊന്നും നീ മരിക്കില്ല നകെ. നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം. അതൊന്നും വേണ്ട, എല്ലാ ഡോക്ടറെയും ഞാൻ കണ്ടു, ദുബായിലും കേരളത്തിലും ഒക്കെ കണ്ടു. ഇനി ഏത് ഡോക്ടറെ കാണാനാ? എല്ലാ ഡോക്ടർമാരും എനിക്ക് വിധി എഴുതി കഴിഞ്ഞു, അവരെഴുതിയ സമയവും കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കരുത്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല അഭി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. നീ വിഷമിക്കേണ്ട അനഘേ, നിൻ്റെ കുഞ്ഞിനോട് നീ ധൈര്യമായിട്ട് പറ അവളുടെ അച്ഛൻ ഞാനാണെന്ന്. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരും എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക. അഭി പോയി കഴിഞ്ഞതും അനഘയ്ക്ക് പേടിയായി. ഈശ്വര, ഇവനിനി കാര്യമായിട്ട് പറയുവാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനഘ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദാവനത്തിലാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക നന്ദു. ഈശ്വര, ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണല്ലോ അനിയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ. ഞാൻ അനിയെ സ്നേഹിക്കുന്നില്ല. ഞാൻ അവനോട് മിണ്ടിയില്ലെങ്കിലും അവന് സങ്കടം കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ ഇരിക്കുക, നന്ദു ഇങ്ങനെ ഇരിക്കുക. ഇതേ സമയം മറ്റൊരിടത്ത് ആദർശിനെയും ജയനെയാണ് കാണിക്കുന്നത്. എടാ മോനെ, നീ ഓഫീസിൽ എല്ലാവർക്കും വിഷുക്കോടി കൊടുത്തായിരുന്നോ? കൊടുത്തു അച്ഛാ. പിന്നെ അച്ഛാ, ഇന്നൊരു കാര്യമുണ്ടായി. എന്താ മോനെ? ഇന്ന് ഞാൻ നന്ദാവനത്തിലേക്ക് ചെന്നപ്പോഴേ അവിടെ നമ്മുടെ അമ്മയുടെ കാറ് കിടക്കുന്നു. എൻ്റെ അമ്മയുടെ കാറ് കിടക്കുന്നു. അമ്മയുടെ കാറോ? അവിടെയോ? അതെങ്ങനെ അവിടെ എത്തി? നയനമ്മോള് കൊണ്ടുവന്നാണോ? അങ്ങനെ അവൾ പറഞ്ഞത്. പക്ഷെ ഒരിക്കലും അവൾ അമ്മയുടെ കാർ എടുക്കില്ലല്ലോ. അത് ശരിയാണല്ലോ. പിന്നെ അത് മാത്രമല്ല അച്ഛാ, അവിടെ ചെന്നപ്പോൾ ഒരു സദ്യ തന്നെ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ എല്ലാവരുടെ മുഖത്തൊരു പതർച്ചയുണ്ടായിരുന്നു. പിന്നെ അമ്മ അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞത്. എന്നാലും എനിക്ക് നല്ല സംശയം ഉണ്ടായി അച്ഛാ. എന്നാൽ പിന്നെ മോൻ അവിടെയൊക്കെ നോക്കായിരുന്നില്ലേ? നോക്കാമെന്ന് വിചാരിച്ച് ചെന്നതാ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ എപ്പോഴും വിശ്രമിക്കാറുള്ള മുറി അത് പൂട്ടിക്കിടക്കുമായിരുന്നു. വൃത്തിയാക്കിയിട്ടില്ല എന്നാ നയനയും അവളുടെ അച്ഛനോട് പറഞ്ഞത്. പിന്നെ എന്നെ ആ മുറിയിൽ വിടാതെ അപ്പുറത്തെ മുറിയിലേക്കാണ് വിട്ടത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സംശയം തോന്നിയച്ചാ. അത് കേട്ടതും ജയൻ, എന്നാൽ പിന്നെ നിനക്ക് ആ മുറി തുറന്നു നോക്കായിരുന്നില്ല മോനെ? തുറന്നു നോക്കിയാൽ ഞാൻ അവളുടെ അച്ഛനെയും അമ്മയെയും വിശ്വസിക്കാത്ത പോലെ ആവില്ലേ? അതുകൊണ്ടാണ് ഞാൻ തുറന്നു നോക്കാതിരുന്നത്. പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട് അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. അത് കേട്ടതും ജയൻ, അങ്ങനെയാണെങ്കിൽ മരുമകളും അമ്മായിയമ്മയും ഒന്നിച്ചോ? പക്ഷെ ദേവയാനി അത് മറച്ചു വെച്ചാലും നയന അത് മറച്ചു വയ്ക്കാൻ പാടില്ലാത്തതാണല്ലോ. അത് മോനോട്. അത് ശരിയാച്ചാ. അതുകൊണ്ട് എൻ്റെ ടെൻഷൻ. നയന എന്തിനാ ഇത് മറച്ചു വെച്ചെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ടച്ചാ. അത് കേട്ടതും ഇനിയിപ്പോൾ ദേവയാനി പറഞ്ഞിട്ടാണെങ്കിലോ? ഒരു കാര്യം പറഞ്ഞാൽ നയനമോള് കരൾ ദാനം ചെയ്തിട്ടും ദേവയാനി അതറിയാതെ ഒരുപാട് നയനെ കുറ്റപ്പെടുത്തിയില്ലേ? അതും നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ. അങ്ങനെയുള്ളപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ദേവയാനി നയനെ സ്നേഹിച്ചാൽ അത് നമ്മുടെ മുൻപിൽ ഒരു കുറച്ചിലായി പോകുമെന്ന് ദേവയാനിക്ക് തോന്നിക്കാണും. ചിലപ്പോൾ അതുകൊണ്ട് മോളോട് പറഞ്ഞിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയരുതെന്ന്. അങ്ങനെ വല്ലതും ആണെങ്കിലോ സംഭവം? അങ്ങനെയാണെങ്കിൽ കൂടെ കുഴപ്പമില്ല. പക്ഷേ ഇത് വല്ലാത്തൊരു കഷ്ടം അച്ഛാ. ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ നയനെ സ്നേഹിച്ചിട്ടും നയനയും അമ്മയും ഒന്നിക്കണമെന്നും അവർ സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടും അതുപോലും ചിന്തിക്കാതെ നയന എന്നോടൊരു കാര്യം പോലും പറയാതെ ഇങ്ങനെ നടക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. സാരമില്ല മോനെ, എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന്. എന്നാണെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയണമല്ലോ. അങ്ങനെ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നയന എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, അവൾ എന്നെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കത് സഹിക്കാൻ പറ്റില്ല അച്ഛാ. പിന്നെ അവളോട് ഞാൻ ക്ഷമിക്കില്ല എന്നും ആദർശ് കടുപ്പിച്ച് പറയുക. ഇത് കേട്ടതും ജയനും ഞെട്ടുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദാവനത്തിലാണ്. എല്ലാവരും കൂടെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മോളെ, സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാനിവിടെ വന്നത് മോൾക്കൊരു സമ്മാനം തരാൻ വേണ്ടിയാണ്. മോളെ എസ് ഐ സെലക്ഷന് പാസ്സായി എന്നറിഞ്ഞിട്ടും ഒന്നും തരാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഈ സമ്മാനം മോൾക്കുള്ളതാ. അത് കേട്ടതും നമ്മുടെ നന്ദു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അതൊരു വലിയ നെക്ലസ് ആയിരുന്നു. ആ നെക്ലസ് നമ്മുടെ ദേവയാനി നന്ദുവിന് കൊടുക്കുക. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. സാരമില്ല മോളെ, ഇതൊക്കെ മോൾക്കുള്ളതാ. പിന്നെ മോളുടെ കല്യാണത്തിനും എന്തൊക്കെ ഡിസൈൻ വേണമെന്ന് മോള് പറഞ്ഞാൽ മതി. മോളുടെ ചേച്ചി അതൊക്കെ ചെയ്തു തരും. കേട്ടല്ലോ? എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. കല്യാണം വേണ്ടെങ്കിലും
ദേ അതൊക്കെ എത്രയും പെട്ടെന്ന് നടത്തണം, ഇല്ലെങ്കിലേ അത് മറ്റൊരു രീതിയിൽ ഇതിൽ ചെന്ന് അവസാനിക്കും. ദേ മോള് കല്യാണം കഴിച്ചാൽ അനി കുറച്ചൊക്കെ അടങ്ങും. അത് ഈ മുതൽ SI ആയിട്ട് കല്യാണം കഴിക്കാനിരിക്കുക, അത് കല്യാണം നടത്താനിരിക്കുക, അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഒരു പോലീസുകാരനെ കൊണ്ട് തന്നെ കെട്ടിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാണ്. വേണ്ട അമ്മേ, എനിക്ക് കല്യാണമൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എല്ലാവർക്കും പേടിയാണ്. പക്ഷേ മോൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ നല്ല ധൈര്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും കല്യാണം കഴിച്ചൊരു കൂട്ടൊക്കെ ആയാലേ നല്ല സന്തോഷം ഉണ്ടാവും, ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവും എന്നൊക്കെ ദേവയാനി പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ നെക്ലസ് നന്ദുവിൻ്റെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കണം. നല്ല രസമുണ്ടല്ലേ, പിന്നെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുക. അറിയാമല്ലോ മോളെ, അനിയുടെ കാര്യത്തിൽ മോൾ കാര്യങ്ങൾ കുറച്ച് കടുപ്പിച്ച് തീരുമാനിക്കണം. കാരണം അവൻ്റെ പോക്ക് അത്ര ശരിയല്ല. അവനെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അവനെ എത്ര ഉപദേശിച്ചാലും അവൻ കേൾക്കുന്നില്ല. ഇത്രയും നാളും കവിതയെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന അവൻ്റെ മനസ്സിലിപ്പോൾ മോള് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഞങ്ങളുടെ പേടി. അവൻ ഞങ്ങളുടെ കൈവിട്ട് പോകുമെന്നുള്ളൊരു പേടി ഞങ്ങൾക്കുണ്ട് മോളെ. മോൾ അനന്തപുരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മോൾക്കും നയനെ പോലെയും നവ്യെ പോലെയും വേദന അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മോൾ സൂക്ഷിക്കണം, കേട്ടല്ലോ? ശരി എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ കനകയും നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഗോവിന്ദേട്ടാ, ദേ നല്ലൊരു വലിയ സമ്മാനമായിട്ടാണ് ആദർശമോൻ്റെ അമ്മ നന്ദുവിനെ കാണാൻ വന്നത്. അത് കേട്ടത് ഗോവിന്ദൻ നോക്കുക. വേറൊന്നുമല്ല ഗോവിന്ദേട്ടാ, നെക്ലസ് ആയിരുന്നു, സ്വർണ്ണ നെക്ലസ്. അതൊന്നും വേണ്ടായിരുന്നു ആദർശമോൻ്റെ അമ്മേ. ഈ സമയം അവിടെ നന്ദു, എനിക്ക് ഈ നെക്ലസിനേക്കാൾ മൂല്യമുണ്ട് അനി തന്ന ഈ സമ്മാനത്തിന്, അനിയുടെ സ്നേഹത്തിന്. അവൻ സ്നേഹിക്കാൻ അറിയാവുന്നവനാ, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ്. നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. പക്ഷേ ഞാൻ ആകെ വിഷമത്തില്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ, എന്നോട് ക്ഷമിക്കാനേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു കരയുക. ഈ സമയമാണെങ്കിൽ ദേവയാനി, ഞാൻ സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇനിയും മേടിച്ചു കൊടുക്കും. മോളുടെ കല്യാണം ഞാനും ആദർശം മുന്നിൽ നിന്ന് നടത്തും. എന്താ പോരെ? നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എന്തായാലും എനിക്ക് നല്ല സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലുണ്ടല്ലോ, അത് തന്നെ എൻ്റെ വലിയ സന്തോഷം. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് കാണാം. എന്തൊക്കെയായാലും ആരും സത്യങ്ങൾ അറിയുന്നത് വരെ ഒളിച്ചും പാത്തും വരാം. അത് കഴിഞ്ഞ് പിന്നെ നേരിട്ട് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് മറ്റൊരു കാറ് വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. അത് കണ്ടതും എല്ലാവരും അതിശയത്തോടെ വെളിയിലേക്ക് നോക്കിയപ്പോൾ പേടിച്ചു പോയി. അയ്യോ അബി എന്നും ദേവയാനി, എന്ത് ചെയ്യും അമ്മേ, വാ നമുക്കിവിടെ ഒളിച്ചു നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും വലിച്ചുകൊണ്ട് നയന അങ്ങ് പോവുക. ഈ സമയം അബി അങ്ങോട്ട് കയറി വരിക. ഇതെന്താ എല്ലാവരുടെയും മുഖത്തൊരു പതർച്ച? ഏയ് ഒന്നുമില്ല, നീ ഇപ്പോൾ വാക്ക് പാലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ സന്തോഷവും ഞെട്ടലും എല്ലാവർക്കും. അത് കേട്ടതും അത് പിന്നെ ഞാനെന്ത് പറഞ്ഞാലും ഇവൾ വിശ്വസിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അത് പിന്നെ മോൻ അങ്ങനെയല്ലേ മോനെ ചെയ്തത്. മോൻ ഇതുപോലെ എന്നും എൻ്റെ മോളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇവളെന്നും സന്തോഷത്തോടെ ഇരുന്നാനായിരുന്നു. അതെ, ഞാനൊരു വിഷു സമ്മാനമായിട്ടാണ് വന്നത്. എൻ്റെ ഭാര്യയാകാൻ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ഒരു മോതിരം നമ്മുടെ ഒരു നവ്യയ്ക്ക് കൊടുക്കുക. അത് കണ്ടതും നവ്യയുടെ കണ്ണ് നിറഞ്ഞു. നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഹാവൂ, സമാധാനമായി. നീ ഇപ്പോഴെങ്കിലും മനസ്സറിഞ്ഞെന്നെ ഒന്ന് സ്നേഹിച്ചല്ലോ. ഇതുപോലുള്ള സമ്മാനങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. നീ ഇന്നും എന്നും എപ്പോഴും ഇതുപോലെ എന്നെ സ്നേഹിച്ചാൽ എനിക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ബി എന്നൊക്കെ പറഞ്ഞ് നവ്യ, എന്നാൽ പിന്നെ ഇത്രയൊക്കെ മോക്ക് വേണ്ടി ചെയ്ത മോനെയും കൊണ്ട് അകത്തേക്ക് പോ, രണ്ടുപേരും അകത്തിരുന്ന് സംസാരിക്കിച്ചെല്ല് എന്നും ഗോവിന്ദ്. അത് കേട്ടതും നമ്മുടെ നവ്യ അഭിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക. ഇതൊക്കെ കണ്ടതും ദേവയാനിക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ദേവയാനി നയനയും അഭിയും നവ്യ അകത്തേക്ക് പോയതും വെളിയിലേക്ക് വരിക. സമാധാനമായി. ഇവിടെ വന്നതുകൊണ്ട് കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലെ രീതിയിലൊക്കെ അഭിയും മാറി തുടങ്ങി. നവ്യ മോളെ സ്നേഹിക്കാൻ തുടങ്ങി. ഇനി അനി കൂടെ മാറിയ സന്തോഷമാവും. അനിയുടെയും നവ്യയുടെയും അനാമികയുടെയും ജീവിതം തകരരുത്. അവർ രണ്ടുപേരും ഒന്നിക്കണം. അതിന് മോള് വേണം മുന്നിൽ നിൽക്കാൻ. കേട്ടല്ലോ? മോളുടെ ഉപദേശവും മോള് വിളിക്കാതെ ഇരുന്നാൽ അനി ഉറപ്പായിട്ടും മാറുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് പിന്നെ അമ്മേ, ഞാൻ വിളിച്ചില്ലെങ്കിൽ അവന് വിഷമമാണ്. അവൻ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അവൻ പല കാര്യങ്ങളും തീരുമാനിച്ച് കടുകൈ ചെയ്യുമെന്നൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അമ്മ എനിക്ക് പേടി. സാരമില്ല മോളെ, അവനിത്തിരി ഭീഷണിപ്പെടുത്തിയാലും അവളിൽ നിന്നും മാറി നിന്നാൽ മതി എന്നൊക്കെ ദേവയാനി പറയുക. എന്നാൽ പിന്നെ നമുക്ക് പോകാം മോളെ. ഈ ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മോളെ ഇങ്ങോട്ട് വിട്ടേക്കാം. പിന്നെ അമ്മേ, അഭി ചോദിച്ചാൽ ഞാൻ കല്യാണിയോടൊപ്പം പർച്ചേസിന് പോയി എന്ന് പറഞ്ഞാൽ മതി. ശരി മോളെ, നിങ്ങൾ പോയിട്ട് വാ. എന്നാൽ പോകാം മോളെ. പോകാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം നയന
അമ്മ ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുക. അതെ എന്തായാലും ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, മോളെ SI ആയിട്ട് തിരിച്ചു വരുമ്പോൾ മിടുക്കിയായിട്ട് തിരിച്ചു വരണം കേട്ടല്ലോ. ഇനി അനിയുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട കേട്ടല്ലോ. ശരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.